പ്രാരാബ്ദം അതും ഇതൊക്കെ പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമല്ല. ഏതായാലും പാവപ്പെട്ടവനെ ജനിച്ചു ഇല്ലേ. ഇനി അത് നമ്മൾ പാർട്ടിക്കല്ല. അതുകൊണ്ട് നല്ല ആരോഗ്യ മനസ്സുള്ള സമയത്ത് പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ലീഗലി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇന്ത്യൻ കൺസ്യൂമർ അഫയേഴ്സ് ലിസ്റ്റിനകത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഫിജിക്കാരുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അറിയാമല്ലോ, ഇതിനകത്ത് നേരത്തെ വന്നാൽ കുറെ പൈസ കിട്ടും അങ്ങനെയൊന്നുമില്ല. പലരും പറയുന്ന കേൾക്കാറുണ്ട് മുന്നേ വന്നാൽ കൂടുതൽ പൈസ കിട്ടും അല്ലെ. ഇപ്പൊ നിങ്ങൾ ഒരു സെയിൽസ് വോളിയത്തിന്റെ കച്ചവടം ചെയ്താൽ 20 രൂപയാണ് കിട്ടുക അല്ലെ. മുന്നേ വന്നവർക്കോ 25 കിട്ടുമോ? ഇല്ല, 20 തന്നെയാണ് കിട്ടുക അല്ലെ. 1 കിലോ പഞ്ചസാരയുടെ ലാഭം ഇന്ന് വന്നയാൾക്കും 4 വർഷം മുന്നേ വന്നയാൾക്കും എന്താണ്, സെയിം ആണ് അല്ലെ. ഇത്രയും നല്ലൊരു അവസരമാണ് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടതല്ലേ. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഒരാൾക്കും ഉണ്ടാവില്ല. ഇത് ഇത്രയും മതി, എന്ത് നല്ലൊരു വീട്, നല്ലൊരു വണ്ടി, അല്ലെങ്കിൽ പിന്നെന്താണ് നല്ല ഫിനാൻസ്, സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ചയിലെത്തില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷെ പലപ്പോഴും നമുക്ക് എത്തിപ്പിടിക്കാൻ ഒരു ആയുസ് കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ആരോഗ്യവും നല്ല മനസ്സുള്ള സമയത്ത് എന്തുണ്ടാക്കണം, പണം ഉണ്ടാക്കണം അല്ലെ. അതിനെന്താ ചെയ്യേണ്ടത്, വിദ്യാഭ്യാസം മതിയോ? പോരാ, പണി എടുക്കാൻ നമ്മൾ തയ്യാറാണ്. എന്ത് പണി? ടെക്നോളജി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലെ. ഇപ്പൊ നമ്മൾ ATM നിന്ന് പൈസ എടുക്കുന്നു, നമ്മളെ കഴിവാണോ? വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യാറുണ്ട് അല്ലെ, നമ്മളെ കഴിവാണോ? അല്ല അല്ലെ, ടെക്നോളജിയുടെ കഴിവാണ് അല്ലെ. ഫിജിക്കാർഡ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്. ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താ, ഇവിടെ വന്ന സമയത്ത് ഇത്രയും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് എന്താണ് ഈ ഹൗസ്ഫുൾ ആണ് അല്ലെ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാവോ ദുഃഖം ഉണ്ടാവോ? നല്ല സന്തോഷം അല്ലേ. കാരണം എന്താ, അടിപൊളിയാവട്ടല്ലേ. ഇനിയും ഒരുപാട് പേർ ഫിജിക്കാർഡിലേക്ക് അസോസിയേറ്റ് ചെയ്യട്ടല്ലേ. കാരണം എന്താ, 0.5 അല്ലേ. മാത്രമല്ല നമ്മൾ ഇതിലൂടെ വരുമാനം വാങ്ങിക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് കിട്ടുമ്പോഴാണ് ആർക്ക് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്നില്ലേ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഫിജിക്കാർഡ് ചെയ്യാനുള്ള കാരണം മറ്റൊന്നല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ആഫ്റ്റർ 1 ഇയർ, ഒരു വർഷത്തിന് ശേഷം ഇന്റർനാഷണൽ യാത്രകൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ യാത്രകൾ ഒരുപാട് രാജ്യങ്ങളുണ്ട് അല്ലേ, 100-190 രാജ്യങ്ങളോളം നമ്മൾക്ക്